പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് അമൃതപ്പൊടി ഉപയോഗിച്ചിട്ടൊരു പുതിയൊരു 4 മണി പലഹാരം ഉണ്ടാക്കി നോക്കിയാലോ? നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് സവാളയാണ്. സവാള ചെറുതായിട്ട് അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് വൃത്തിയാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഉപ്പ് ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും കൊത്തി എരിഞ്ഞ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് അമൃതം പൊടിയാണ്. അമൃതം പൊടി ഉപയോഗിച്ചിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ആർക്കും വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. ആദ്യം നമ്മൾ സവാള വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. സവാള ചീനച്ചട്ടിയിലിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് പച്ചമുളക്, ഇവിടെ ഞാൻ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. എരിവ് കൂടുതൽ വേണ്ടുള്ളവർക്ക് നമുക്ക് വേണമെങ്കിൽ കൂടുതൽ പച്ചമുളക് ഉപയോഗിക്കാം. അല്പം വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം, അടുക്കി പിടിക്കാണ്ടിരിക്കാൻ. എന്നിട്ട് പതിയെ വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതിലേക്ക് ചേർത്ത് വഴറ്റിയെടുക്കാം. നമുക്കിവിടെ ഒരുപാട് മൂക്കണ്ട, ചെറിയ രീതിയിലൊന്ന് ബ്രൗണിഷ് കളർ ആവുന്നത് വരെ നമുക്ക് വഴറ്റിയാൽ മതി. നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിരുന്നു, അത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഉരുളക്കിഴങ്ങിനകത്ത് ഉപ്പിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. ചെറിയ രീതിയിലൊരു ബ്രൗൺ കളർ വരുന്നത് വരെ നമുക്ക് വഴറ്റിയാൽ മതി. ഇപ്പം ഏകദേശം ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വഴറ്റുന്നത് നിർത്താം. ഇനി നമുക്ക് പൊടിയൊക്കെ ചേർക്കാം. ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, അതിനുശേഷം 1/2 ടീസ്പൂൺ ചിക്കൻ മസാല. ഇത് മൂന്നും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ പലഹാരത്തിൽ മിക്സ് ചെയ്യാനുള്ള കൂട്ടാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയത്, മസാല കൂട്ടാണ് ഉണ്ടാക്കിയത്. അപ്പം ഇത് തണുക്കാൻ വെക്കാം. നമുക്ക് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടയുന്ന പാകത്തിനാണ് വേണ്ടത്. ഇപ്പം ഇത് വെന്തിട്ടില്ല, അത് വേകട്ടെ. അപ്പോഴേക്കും നമുക്ക് അമൃതം പൊടി എടുത്ത് ശരിയാക്കി വെക്കാം. ഏകദേശം ഒരു 2 കപ്പോളം അമൃതം പൊടിയാണ് ഞാൻ എടുക്കുന്നത്. നമ്മളിവിടെ 5 പേരുണ്ട്, 5 പേർക്ക് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 കപ്പോളം അമൃതം പൊടി എടുത്തു. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ എണ്ണ ചേർക്കുന്നുണ്ട്. നല്ല മയത്തിന് വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ചേർക്കുന്നത്. 1 സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തുകൂടെ എടുക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിരുന്നു, അത് വെന്തിട്ടുണ്ട്. നമുക്കിനി അത് കോരിയെടുത്ത് തണുക്കാൻ വെക്കണം. അത് തണുത്ത് കഴിയുമ്പോൾ നന്നായി കൈ വെച്ചോ അല്ലെങ്കിൽ തവ വെച്ചിട്ടോ ഉടച്ചെടുക്കുക. നല്ല കുഴഞ്ഞ പരുവത്തിന് വേണം നമുക്കിത് ഉടച്ചെടുക്കാൻ. നന്നായി ഉടച്ചെടുക്കുക. നമ്മൾ ഉടച്ചു വെച്ച ഉരുളക്കിഴങ്ങും നേരത്തെ തയ്യാറാക്കിയ മസാലക്കൂട്ടും അമൃതം പൊടിയിലേക്ക് ചേർത്ത് നന്നായി യോജിപ്പിച്ച് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു രീതിക്ക് വേണം നമുക്ക് കുഴഞ്ഞ് കിട്ടാൻ.
നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. നന്നായി കുഴച്ചെടുത്തതിന് ശേഷം നമുക്കത് ചെറിയ നമ്മൾ കട്ട്ലറ്റിനൊക്കെ എടുക്കില്ലേ ആ ഒരു പരുവത്തിന് പരത്തിയെടുക്കാം. ഒരുപാട് കട്ടിക്ക് പരത്തരുത്. നമുക്ക് ചെറിയ ചെറിയ തീയിൽ കുറച്ച് എണ്ണയിൽ നമുക്ക് വറുത്തെടുക്കേണ്ടതുകൊണ്ട് വളരെ കട്ടി കുറച്ച് ഇച്ചിരി പരത്തി വേണം എടുക്കാൻ. നമുക്ക് ഒരു കടായി ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള മസാലക്കൂട്ട് അതിലേക്ക് നിരത്താം. ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല. വളരെ കുറച്ച് എണ്ണയിൽ തന്നെ നമുക്കിത് നന്നായിട്ട് വറുത്തെടുക്കാൻ പറ്റും. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ വളരെ കുറച്ച് എണ്ണ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇതിന് ഒരുപാട് വേവ് ആവശ്യമില്ല. വളരെ കുറച്ച് എണ്ണയിൽ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തന്നെ അത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പലഹാരമാണിത്. വളരെ കുറച്ച് എണ്ണ മാത്രം മതി ഇതിന്. ചെറിയൊരു ബ്രൗൺ നിറം ആകുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചിടാം. ഭാഗം വെന്തിട്ടുണ്ടാവും. ഇപ്പം ഇത് വെന്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. കുഞ്ഞു കുട്ടികൾക്കാണേലും മുതിർന്നവർക്കാണേലും ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ആഹാരമാണിത്. നമ്മൾ ഒരുപാട് എണ്ണയോ ഒന്നും ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ല. അമൃതം പൊടി ആയതുകൊണ്ട് തന്നെ ഇതിന് ചെറിയൊരു മധുരവും എരിവും അതുപോലെ തന്നെ ചെറിയൊരു ഉപ്പും നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഫുഡാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.